വളരെ സവിശേഷമായ ഒരു തെരഞ്ഞെടുപ്പ് ആസന്നമായ സാഹചര്യത്തിലൂടെയാണ് നാം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ വ്യക്തിയെയും സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തോടുകൂടി പ്രാദേശിക തെരഞ്ഞെടുപ്പുകളെ നോക്കിക്കാണുന്ന, എത്രമാത്രം അതിന് ഗൗരവം നൽകാൻ കഴിയുമോ അത്രമാത്രം ഗൗരവത്തോടുകൂടി തന്നെ പരിഗണിക്കുന്ന ഒന്നാണ്. ധാരാളം രാഷ്ട്രീയ, സാമൂഹ്യ, സാംസ്കാരിക വികാസം പ്രാപിച്ചതും പ്രശ്നകലുഷിതവുമായ അന്തരീക്ഷമാണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റുപാടിൽ നമുക്ക് കാണാൻ കഴിയില്ല. അതിന്റെ വിശദാംശങ്ങൾ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയ തലത്തിൽ നിന്നുകൊണ്ടോ അല്ലെങ്കിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രത്യേകമായ വിഷയങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ടോ അല്ല സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. മറിച്ച് ഇസ്ലാമിന്റെ ഒരു സാമൂഹ്യ പാഠവും ഇസ്ലാമിന്റെ ഒരു രാഷ്ട്രീയ സമീപനവും, ഇസ്ലാം സമഗ്രവും സമ്പൂർണവുമായ ജീവിത പദ്ധതിയാണ്. അതിന്റെ ഏതെങ്കിലും മേഖലകളെ മനുഷ്യ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റി ഇന്ന ഭാഗം ഇസ്ലാമിൽ ഇല്ല എന്ന് വിലയിരുത്താൻ നമുക്ക് സാധ്യമല്ല. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് എഴുന്നേറ്റ് നിൽക്കുന്ന പ്ലാറ്റ്ഫോമിന്റെ പേര് ഇസ്ലാം എന്നതാണ്. ആ ഇസ്ലാം എന്ന പ്ലാറ്റ്ഫോമിൽ എഴുന്നേറ്റ് നിൽക്കുന്നവരാണ് മുസ്ലിം. ഇസ്ലാം എന്ന പ്ലാറ്റ്ഫോമിൽ ഒരു മുസ്ലിമിനെ ഉറപ്പിച്ചു നിർത്തുന്ന അതിന്റെ അടിത്തറ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന കലിമത്ത് തൗഹീദ് അല്ലെങ്കിൽ ഷഹാദത്ത് കലിമകളാണ്. ഇസ്ലാം കാര്യങ്ങളിൽ ഒന്നാമത്തേതായി നാം എണ്ണി പഠിച്ചിട്ടുള്ള ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകൾക്കും സവിശേഷമായ വർണ്ണം പകർന്നു നൽകുന്ന അടിത്തറയുടെ പേരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹ് എന്നത്. ആ ഒരു അടിത്തറയിൽ നിന്നും പ്ലാറ്റ്ഫോമിൽ നിന്നും മാറി നിന്നുകൊണ്ട് സ്വതന്ത്രമായ ഒരു വീക്ഷണത്തിനോ സ്വതന്ത്രമായ വിലയിരുത്തലിനോ വിശുദ്ധ ഖുർആനിന്റെയും പ്രവാചക ചര്യയുടെയും പിൻബലത്തിൽ നിന്നുകൊണ്ട് സാധ്യമല്ല. അഥവാ ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ജീവിതത്തിൽ അയാൾ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ധാർമ്മിക സദാചാര മേഖലയുണ്ട്, അയാളുടെ കുടുംബജീവിതമുണ്ട്, അയാളുടെ വ്യക്തിപരമായ ജീവിതമുണ്ട്, അയാളുടെ അയൽപക്ക ബന്ധങ്ങളെ ചേർന്ന് നിൽക്കുന്ന സാമൂഹ്യ ബന്ധങ്ങളുണ്ട്, അയാളുടെ സാമ്പത്തിക മേഖലയുണ്ട്, അയാൾ നിരന്തരം ഇടപഴകിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരിക മേഖലയുണ്ട്, അയാൾ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങൾക്ക് വേണ്ടി സമീപിക്കുന്ന നിലയുറപ്പിക്കുന്ന രാഷ്ട്രീയ മേഖലയുമുണ്ട്. ഒരു മനുഷ്യന്റെ ജീവിതത്തെ നമുക്ക് ഇങ്ങനെ ഒന്ന് തരംതിരിച്ചു പോകാം. ആ തരംതിരിക്കലുകളിൽ ഏറ്റവും ലളിതമായ ഒരു ഉദാഹരണം കൊണ്ട് സൂചിപ്പിച്ചാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിൽ നാം ഹാജരാക്കപ്പെടുന്നു എന്ന് സങ്കല്പിക്കുക. ആ സങ്കല്പത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വിചാരണ ചെയ്യുമ്പോൾ അബ്ദുസ്സലാം എന്ന് പറയുന്ന ഞാൻ അള്ളാഹുവിന്റെ മുമ്പിൽ ഹാജരാക്കപ്പെടുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ ജീവിതത്തിന്റെ നേരത്തെ സൂചിപ്പിച്ച തലക്കെട്ടുകളിൽ നിന്നുകൊണ്ടുള്ള വിചാരണകൾ നടത്തുന്നു. ആ വിചാരണയിൽ എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ മുന്നോട്ട് കൊണ്ടുപോയ ഉയർത്തിപ്പിടിച്ച ആദർശം,
ലാ ഇലാഹ ഇല്ലല്ലാഹയാണ് മുഹമ്മദ് റസൂലുള്ളാഹി അംഗീകരിച്ചതാണ്. അപ്പോൾ എന്റെ വ്യക്തിപരമായ ജീവിതത്തിലെ ഈ ആദർശ പൊരുത്തത്തിൽ അള്ളാഹുവിന്റെ മുമ്പിലെ വിചാരണ വേളയിൽ ഈ സങ്കല്പത്തിൽ നിന്നുകൊണ്ട് തെറ്റില്ല. ഇനി അതിനുശേഷം എന്റെ ധാർമ്മിക ജീവിതം പരിശോധിക്കുന്നു, എന്റെ ആരാധനാ മേഖല പരിശോധിക്കുന്നു, എന്റെ സാംസ്കാരിക ജീവിതം പരിശോധിക്കുന്നു, എന്റെ സാമ്പത്തിക മേഖല പരിശോധിക്കുന്നു, എന്റെ രാഷ്ട്രീയ ജീവിതം കൂടി പരിശോധിക്കുന്നു. അപ്പൊ ഈ ഓരോ ജീവിതത്തിന്റെ ഘട്ടങ്ങളെയും പരിശോധിക്കുമ്പോൾ അതിൽ ഉയർത്തിപ്പിടിച്ച ആദർശം ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്നതിന്റെ വെളിച്ചമാണോ അതല്ല ജീവിതത്തിലെ ഇന്നാലിന്റെ മേഖലകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇല്ലല്ലോ, അതിന്റെ സാമ്പത്തിക മേഖല ഞാൻ തീരുമാനിക്കുന്നതാണ്, അതല്ലെങ്കിൽ അതിന്റെ രാഷ്ട്രീയ മേഖല ഞാൻ ഉൾപ്പെടുന്ന ചില സംഘടനകൾ തീരുമാനിക്കുന്നതാണ്, അതിനകത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ത് പ്രസക്തിയാണ് എന്ന് ഒരു മനുഷ്യൻ സാമാന്യമായി ചിന്തിച്ചു പോയാൽ, പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ചു നോക്കൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അവിടെ പൂർണ്ണമായിട്ടില്ല, അള്ളാഹുവിന്റെ ദീൻ അവിടെ പൂർണ്ണമായിട്ടില്ല. അഥവാ നമ്മുടെ പ്രായോഗിക ജീവിതത്തിലേക്ക് നാം ഏറ്റെടുത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹി എന്ന ആദർശവാക്യം ഉയർത്തിപ്പിടിച്ച സമഗ്രവും സമ്പൂർണവും എന്ന് നാം വിശ്വസിച്ച അള്ളാഹുവിന്റെ ദീൻ പ്രായോഗിക തലത്തിൽ പൂർണ്ണമായിട്ടില്ല നമ്മുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയാണല്ലോ അത് വരേണ്ടത്, അങ്ങനെയാണല്ലോ വരിക. അങ്ങനെ സംഭവിക്കുമോ? അപൂർണമായ ഒരു ദീൻ, അൽയൗമ അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി വറദീതു ലക്കും ഇസ്ലാമ ദീന, ഈ ദിവസം നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ദീൻ സമ്പൂർണമാക്കി തന്നിരിക്കുന്നു, അതിനെ നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തന്നിരിക്കുന്നു. അക്മൽതു ലക്കും ദീനക്കും വഅത്മംതു അലൈക്കും നിഅമതി, രണ്ട് പദപ്രയോഗങ്ങൾ, അക്മല അത്മമ, രണ്ട് പദപ്രയോഗത്തിന്റെയും അർത്ഥം ഒന്ന് തന്നെയാണ്. പൂർത്തീകരിച്ചു എന്നാണ്, അല്ലെങ്കിൽ പൂർണ്ണമാക്കി എന്നാണ്. പക്ഷെ ഈ രണ്ട് പൂർത്തീകരണത്തിനും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മളൊരു വീട് നിർമ്മിക്കുന്നു എന്ന് സങ്കല്പിക്കാം. ആ വീടിന്റെ പണിയെല്ലാം കഴിഞ്ഞ് അത് പൂർത്തീകരിച്ച് വീട് താമസത്തിന് വേണ്ടിയിട്ട് നമ്മളെ ബന്ധുമിത്രാദികളെ സുഹൃത്തുക്കളെ ഒക്കെ നമ്മൾ ക്ഷണിച്ചു. എങ്ങനെയാണ് ക്ഷണിച്ചത്? ഞാനൊരു വീട് വച്ചിരിക്കുന്നു, എന്റെ വീടിന്റെ പണി പൂർത്തിയായിരിക്കുന്നു. പൂർത്തിയാണ്. ആ വീട്ടിൽ താമസം തുടങ്ങിയതിന് ശേഷം ഏതാനും മാസങ്ങൾ കഴിഞ്ഞ് അല്ലെങ്കിൽ കൊല്ലങ്ങൾ കഴിഞ്ഞ് ആ വീട്ടിലേക്ക് 2 റൂമുകൾ കൂടി അദ്ദേഹം പുതിയതായിട്ട് എടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ആ വീടിന്റെ മുകളിലേക്ക് പണിയാൻ തീരുമാനിച്ചിരിക്കുന്നു. ആ പണി നേരത്തെയുള്ള ഈ വീടിന്റെ പൂർണ്ണതയെ ബാധിക്കുന്നതല്ല, അത് നേരത്തെ പൂർണ്ണമാണ്. ആ പൂർണ്ണതയിൽ വിശാലമാക്കാൻ കഴിയുന്ന ചില മേഖലകളുണ്ട്. ആ വിശാലമാക്കാൻ കഴിയുന്ന മേഖലകളെ അദ്ദേഹം ഉപയോഗപ്പെടുത്തി. മനുഷ്യ ജീവിതത്തിൽ ഇങ്ങനെ കുറെ മേഖലകളുണ്ട്. യഥാർത്ഥത്തിൽ മനുഷ്യ ജീവിതത്തിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. ഇസ്ലാമിന് രാഷ്ട്രീയമുണ്ട്, രാഷ്ട്രീയത്തിൽ ഇസ്ലാമുണ്ട്. പക്ഷെ ആ രാഷ്ട്രീയത്തിലെ ഇസ്ലാം എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർത്തീകരിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അടിത്തറയിൽ നിന്നുകൊണ്ട് വിശാലമാക്കാൻ കഴിയുന്ന ഒരു പ്രതലം. അതിന്റെ ലക്ഷ്യം ലാഭമല്ല. രാഷ്ട്രീയം ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലമാണ്. നമുക്കറിയാലോ, ന്യൂയോർക്കിലെ മേയറായിട്ട് സ്ഥാനമേറ്റ സൊഹ്റാൻ മംദാനിയാണ് ഇപ്പൊ വലിയ ചർച്ച. അദ്ദേഹത്തിന്റെ ഇസ്ലാമിനെ കുറിച്ച്, അദ്ദേഹം സോഷ്യലിസ്റ്റാണ്. അദ്ദേഹത്തിന്റെ ഇസ്ലാമിനെ കുറിച്ചോ അദ്ദേഹത്തിന്റെ ദീനി ചിട്ടവട്ടങ്ങളെ കുറിച്ചോ അല്ല, നേരെ മറിച്ച് ആഗോളതലത്തിൽ ചർച്ച ചെയ്യുന്ന ആ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു ഘട്ടത്തിൽ ന്യൂയോർക്കിൽ സഫ്രാൻ മംദാനി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ വിജയിച്ചതും വിജയിച്ച രീതിയും പ്രസക്തമാണ്. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ന്യൂയോർക്ക് പോലെ ഒരു നാട്, അവിടെ അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയം എന്ന് പറയുന്നത് ആദർശമല്ല, അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ആശയം ലിന്നാസ് എന്നതാണ്, ജനങ്ങൾക്ക് വേണ്ടി എന്നതാണ്.
ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടി എന്നതാണ്, ജനങ്ങളുടെ നന്മക്ക് വേണ്ടി എന്നതാണ്. ന്യൂയോർക്ക് എന്ന് പറയുന്നത് 80 ലക്ഷം ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്ന, 48% ക്രൈസ്തവ ജനസംഖ്യയും 11% ജൂത ജനസംഖ്യയും. ഇസ്രായേൽ കഴിഞ്ഞാൽ 2ാം സ്ഥാനം ജൂതന്മാർ താമസിക്കുന്ന പ്രദേശമാണ് ന്യൂയോർക്ക് എന്നത്. ആ ന്യൂയോർക്കിൽ സഹ്റാൻ മംദാനി മത്സര രംഗത്തേക്ക് വരുമ്പോ 33,000 പോസ്റ്റുകൾ അദ്ദേഹത്തിനെതിരെ വന്നു. 33,000 പോസ്റ്റുകൾ. എന്തായിരുന്നു ആ പോസ്റ്റുകളുടെ കണ്ടന്റ് എന്ന് ചോദിച്ചാൽ ഇസ്ലാമോഫോബിയയാണ്. 33,000 പോസ്റ്റുകളിൽ നിന്ന് ആ പോസ്റ്റുകൾ റീപോസ്റ്റ് ചെയ്യപ്പെട്ടത് 15 ലക്ഷം തവണയാണ്. ഈ 15 ലക്ഷം തവണ ഇസ്ലാമോഫോബിയ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇദ്ദേഹത്തെ ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിച്ചവർ ചെലവാക്കിയത് $6.5 മില്യൺ. ഞാൻ ഈ കണക്കെന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാല്, ഈ ഒരു വിഭാഗീയമായ മനഃശാസ്ത്രം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്നോ പഠിച്ചു മാറ്റിവെച്ച ബ്രിട്ടീഷ് ഭരണകൂടം ഡിവൈഡ് ആൻഡ് റൂൾ, അതായിരുന്നു അവരുടെ തന്ത്രം. ഇന്ന് നമ്മുടെ നാട്ടിലും രാഷ്ട്രീയ സംഘങ്ങൾ അനുവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നയം ജനങ്ങളുടെ മനസ്സിൽ പരസ്പരം വിദ്വേഷത്തിന്റെയും വെറുപ്പിന്റെയും വിത്തുകൾ പാകി നിലനിൽക്കുക എന്നാണ്. സഹ്റാൻ മംദാനിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഉയർത്തിപ്പിടിച്ച ഈ ലിന്നാസ്, ജനങ്ങൾക്ക് വേണ്ടി എന്ന ഈ ഒരൊറ്റ നയത്തിൽ നിന്നുകൊണ്ട് ദരിദ്രരായ ജനങ്ങൾക്ക് സൗജന്യമായ ബസ്സില് പാസ് അനുവദിക്കുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. വീടില്ലാത്തവർക്ക് വീട് നൽകുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു. എന്തുകൊണ്ടാണ് അദ്ദേഹം വീടില്ലാത്തവർക്ക് വീട് നൽകുമെന്ന് പ്രഖ്യാപിക്കാൻ കാരണമെന്ന് ചോദിച്ചാൽ, ഈ നാട്ടിൽ ഇത്രയേറെ ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ നാട്ടിൽ 1.5 ലക്ഷത്തോളം ജനങ്ങൾ വീടില്ലാത്ത ജനങ്ങളാണ്. ബാഹ്യമായി നോക്കുമ്പോൾ ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തിയ സാമ്പത്തിക മേൽക്കോയ്മയുള്ള ജനത ജീവിക്കുന്ന ഒരു നാട്ടിൽ 1.5 ലക്ഷം ജനങ്ങൾ വീടില്ലാത്തവരുണ്ട്. അവർക്ക് ഗവൺമെന്റ് ചെലവിൽ വീട് വെച്ച് കൊടുക്കണമെന്നത് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. ഗവൺമെന്റ് ചെലവിൽ ഗ്രോസറി, പലചരക്ക് സാധനങ്ങൾ നൽകണമെന്ന് അദ്ദേഹത്തിന്റെ ആവശ്യമാണ്. സൗജന്യ സേവനം ലഭ്യമാകേണ്ട ഇടങ്ങളിൽ സൗജന്യ സേവനം ലഭ്യമാകണമെന്നത് ഇത് മുതലാളിത്തത്തിന് പരിചയമില്ലാത്ത ഒരു ശബ്ദമാണ്. യഥാർത്ഥത്തിൽ അവിടെയാണ് നമ്മൾ പഠിക്കേണ്ടത്. ലോകത്തിന്റെ ഒരു രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ ഇങ്ങനെ ഉറ്റുനോക്കുമ്പോ ഇസ്ലാമിന്റെ രാഷ്ട്രീയ നിലപാടുകൾ എന്താണ് എന്നതിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നത് അവിടെയാണ്. നമ്മൾ ആലോചിച്ച് നോക്കൂ, പലപ്പോഴും എന്റെ സഹോദരങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞു വെച്ചിട്ടുള്ള ചില ചരിത്രങ്ങളുണ്ട്. ഇസ്ലാമിന്റെ രാഷ്ട്രീയത്തിൽ സാധാരണക്കാരന്റെ ബോധ്യവും ബോധവും എന്തായിരിക്കണം, ഭരണാധികാരികളുടെ ബോധവും ബോധ്യവും എന്തായിരിക്കണം. വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ഒരു സമീപനമുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ കൂനൂ ഖവ്വാമീന ലില്ലാഹി ശുഹദാഅ ബിൽ ഖിസ്ത്. അല്ലയോ സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലയുറപ്പിക്കണം. നിങ്ങൾ ഏത് പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്? ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിലാണ്. ആ ഇസ്ലാമിന്റെ പ്ലാറ്റ്ഫോമിൽ നിൽക്കാൻ വേണ്ടി നിങ്ങളെ തെരഞ്ഞെടുത്തത് അള്ളാഹുവാണ്. അതുകൊണ്ട് നിങ്ങൾ നിലനിൽക്കുന്ന പ്ലാറ്റ്ഫോമില് നിങ്ങളുടെ ന്യായം എന്ന് പറയുന്നത് ഖവ്വാമീനലില്ല, നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി നിലകൊള്ളുന്നു എന്നതും ശുഹദാഅ ബിൽ ഖിസ്ത്, നീതിക്ക് സാക്ഷികളാകുന്നു എന്നതുമാണ്. 2 പോയിന്റുകളാണ് അള്ളാഹു പറയുന്നത്. നിങ്ങൾ ആർക്ക് വേണ്ടി നിലകൊള്ളുന്നു? ജനങ്ങൾക്ക് വേണ്ടി. ശരി, ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിന് വേണ്ടിയാണ്. നിങ്ങൾ നീതിക്ക് വേണ്ടി നിലകൊള്ളണം. അനീതി എന്ന് പറയുന്നത് അള്ളാഹു പൊറുപ്പിക്കുന്ന ഒന്നല്ല. നിങ്ങളുടെ വർത്തമാനങ്ങൾ ഒരു തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിലേക്ക് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ ഏതൊക്കെയോ ആസൂത്രിതമായ സോഴ്സുകളിൽ നിന്ന് വന്നു കിട്ടുന്ന തുമ്പും വാലുമില്ലാത്ത വാർത്തകളൊക്കെ പ്രചരിപ്പിക്കാൻ നമ്മൾ മുന്നിലുണ്ടാകാം. ആ വാർത്തകൾ വിശ്വസിക്കാൻ നമ്മൾ സന്നദ്ധരാകും. വിശുദ്ധ ഖുർആൻ പങ്കുവെക്കുന്ന വലാ യജ്രിമന്നകും ശനആനു ഖൗമിൻ അലാ അല്ലാ തഅദിലു, ഒരു വിഭാഗത്തോടുള്ള വെറുപ്പ്, നിങ്ങൾക്കൊരു സംഘത്തോട് ദേഷ്യമുണ്ട് അല്ലെങ്കിൽ വെറുപ്പുണ്ട്, പക്ഷെ ആ വെറുപ്പ് ആ സംഘത്തോട് അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടുള്ളതല്ല. നിങ്ങളുടെ വെറുപ്പ് ഇവിടെ ഇരുന്നോട്ടെ. കാലങ്ങളായി നിങ്ങളുടെ മനസ്സിൽ ചിലപ്പോൾ ചില വ്യക്തികളോട് വെറുപ്പുണ്ടാകും, വിദ്വേഷമുണ്ടാകും, ചില സംഘങ്ങളോട്, സംഘടനകളോട്, പാർട്ടികളോട്.
പക്ഷെ ആ വെറുപ്പും വിദ്വേഷവും അനീതി പ്രവർത്തിക്കാൻ നിങ്ങളെ പ്രേരിപ്പിക്കാൻ പാടുള്ളതല്ല. നിങ്ങൾ നീതിയുടെ പക്ഷത്താണ് നിൽക്കേണ്ടത്. അതാണ് തഖ്വയോട് ഏറ്റവും അടുത്തത്. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. യഥാർത്ഥത്തിൽ ഈ വർത്തമാനത്തിന് വേറൊരു ഭാവമുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? വിശുദ്ധ ഖുർആനിൽ പറയുന്ന രണ്ട് സംഘങ്ങളെ കുറിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ നിലനിൽക്കുന്ന സമൂഹത്തിൽ നിങ്ങൾ പാലിക്കേണ്ട ഒരു സാമൂഹ്യ പാഠം. നിങ്ങൾക്ക് വെറുപ്പും വിദ്വേഷവും പ്രയാസവും ഒക്കെ ഉണ്ടാകാം, പക്ഷെ അവർക്കെതിരെ നിങ്ങൾ അനാവശ്യമായി എന്തെങ്കിലുമൊക്കെ എടുത്ത് പറഞ്ഞ് ഉദ്ധരിച്ച് അതിന്റെ പേരിൽ അനീതി സംഭവിക്കാൻ പാടുള്ളതല്ല. ആ വർത്തമാനം ഒന്ന് പറഞ്ഞു നിർത്തിയിട്ട് അല്ലാഹു എടുത്തു പറയുന്നത് വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. നിങ്ങൾ അവരെ സൂക്ഷിക്കണ്ട. നിങ്ങൾക്ക് വെറുപ്പുള്ളവരെ നിങ്ങൾ സൂക്ഷിക്കണമെന്നില്ല. അവരെല്ലാം നിങ്ങളോട് പ്രതികാരം ചെയ്യുക, അവരെല്ലാം നിങ്ങളെ കൈകാര്യം ചെയ്യുക, അവരെല്ലാം നിങ്ങളോട് ചോദ്യങ്ങളുമായിട്ട് വരിക. നിങ്ങളോട് ചോദ്യങ്ങളുമായിട്ട് വരിക അല്ലാഹുവാണ്. കാരണം ഏതൊക്കെയോ മനുഷ്യന്റെ അവകാശങ്ങൾക്ക് മേൽ യാതൊരു അടിസ്ഥാനവുമില്ലാത്ത വർത്തമാനങ്ങൾ കൊണ്ട് അനീതിയുടെ മൂടുപടം നമ്മൾ ഇട്ടുകൊടുത്തിരിക്കുന്നു. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. കാരണം ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ, നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല അതിസൂക്ഷ്മമായി അറിഞ്ഞുകൊണ്ടിരിക്കുന്നവനാണ്. സൂറത്തുൽ മാഇദയിലെ 8ാമത്തെ സൂക്തമാണ്. അതൊരു സാമൂഹ്യ പാഠവും രാഷ്ട്രീയ പാഠവുമാണ്. ഇനി വിശുദ്ധ ഖുർആന്റെ മറ്റൊരു നിലപാടുണ്ട്. തആവനു അലൽ ബിർരി വത്തഖ്വ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ. നിങ്ങൾ നന്മയുടെയും പുണ്യത്തിന്റെയും കാര്യത്തിൽ നിങ്ങൾ പരസ്പരം സഹായിക്കണം, സഹകരിക്കണം, ഒരുമിച്ച് നിൽക്കണം. നിങ്ങൾ നന്മയുടെ കാര്യത്തിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം, പുണ്യത്തിന്റെ കാര്യത്തിൽ നിങ്ങൾ ഒരുമിച്ച് നിൽക്കണം. എന്നാൽ വലാ തആവനു അലൽ ഇസ്മി വൽ ഉദ്വാൻ, പാപത്തിന്റെയോ ശത്രുതയുടെയോ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ ഒരുമിക്കേണ്ടതില്ല. തെറ്റാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അത് തെറ്റാണ്. പിന്നെ ആ തെറ്റിന് നിങ്ങൾ അത് എന്റെ പാർട്ടിക്കാരനാണ്, അല്ലെങ്കിൽ എനിക്ക് ഞാനുമായിട്ട് സ്നേഹബന്ധം പുലർത്തുന്ന വ്യക്തിയാണ്, നല്ല വിശുദ്ധ ഖുർആൻ ചിലപ്പോൾ നിങ്ങളുടെ വാപ്പാക്കെതിരിലായിരിക്കും. പക്ഷെ നീതിയുടെ പക്ഷത്ത് നിലനിൽക്കാനേ ഇസ്ലാം ഒരു സത്യവിശ്വാസി അനുവദിക്കൂ. അത് എത്ര വലിയ തമ്പുരാനാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിക്കുന്നു, നിങ്ങൾ നീതിയുടെ പക്ഷത്ത് നിലനിൽക്കണം, നന്മക്ക് വേണ്ടി നിങ്ങൾ സഹകരിക്കണം, പുണ്യത്തിന് വേണ്ടി നിങ്ങൾ സഹകരിക്കണം. ഈ വാക്കും പറഞ്ഞതിന് ശേഷം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒറ്റ നിർത്തലാണ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്, അല്ലാഹു കഠിനമായി ശിക്ഷിക്കാൻ കൽപ്പുള്ളവനാണ്. ആദ്യം പറഞ്ഞത് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ അല്ല കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇവിടെ പറയുന്നത് നിങ്ങളെ കഠിനമായി ശിക്ഷിക്കാൻ അല്ലാഹു കൽപ്പുള്ളവനാണ്, കഴിവുള്ളവനാണ്. ഇന്നല്ലാഹ ശദീദുൽ ഇഖാബ്. പ്രിയമുള്ളവരെ, നമ്മൾ ആലോചിച്ച് നോക്കൂ, എവിടെയാണ് വിശുദ്ധ ഖുർആൻ ഈ സൂക്തം പറഞ്ഞത്? നമസ്കാരത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോഴാണോ? അല്ലെങ്കിൽ നോമ്പിനെ കുറിച്ച് പഠിപ്പിച്ചപ്പോഴാണോ? അല്ലെങ്കിൽ ഹജ്ജിലെ കർമ്മങ്ങളെ കുറിച്ച് പഠിച്ചപ്പോഴാണോ? വിശുദ്ധ ഖുർആൻ ഇത് പഠിപ്പിക്കുന്നത് വിശ്വാസിയുടെ സാമൂഹ്യ ജീവിതത്തെ മുന്നിൽ വെച്ചുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇടപഴകാനും നിങ്ങൾ ജീവിക്കുകയും നിങ്ങൾ കടന്നു പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നിങ്ങൾ എന്ന് പറയുന്ന ഒരു മുസ്ലിമിന്റെ നിലപാടുകളിൽ സംഭവിച്ചേക്കാവുന്ന പാളിച്ചകളെ ചൂണ്ടിക്കാണിച്ചിട്ട് ആ പാളിച്ചകൾ നിങ്ങളിൽ നിന്ന് സംഭവിച്ചാൽ വത്തഖുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. അതാണ് ഞാൻ പറഞ്ഞത്. ആ വാക്കിന് വേറെ ചില ഭാവങ്ങളുണ്ട്. ചിലപ്പോൾ ആ വാക്ക് ഒരു തലോടലിന്റെ, ഓർമ്മിപ്പിക്കലിന്റെ വാക്കായിട്ട് തോന്നും. അതെപ്പോഴാണ് ഓർമ്മിപ്പിക്കലിന്റെ വാക്കായിട്ട് തോന്നുക? നമുക്ക് അറിവില്ലാത്തപ്പോഴാണ്. അറിഞ്ഞതിന് ശേഷമാണ് ആ വാക്ക് നമ്മൾ കേൾക്കുന്നതെങ്കിൽ അത് ഓർമ്മിപ്പിക്കലല്ല, അത് താക്കീതാണ്. അത് ശക്തമായ താക്കീതാണ്. അപ്പൊ പ്രിയമുള്ളവരെ, എനിക്ക് തോന്നുന്ന ഭാവമല്ല ആ വാക്കിൽ നിങ്ങൾക്കുണ്ടാവുക, നിങ്ങൾക്ക് തോന്നുന്ന ഭാവമല്ല മറ്റൊരാൾക്കുണ്ടാവുക. കാരണം ഓരോരുത്തരെയും വ്യക്തിപരമായി അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഈ സാമൂഹ്യ പാഠങ്ങൾ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ചരിത്രത്തിൽ നിന്ന് പലപ്പോഴും നമ്മൾ കേട്ട് പരിചയമുള്ളത് ആണല്ലോ. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വേഷപ്രച്ഛന്നനായി നടക്കുന്നു പാതിരാത്രിയിൽ.
പ്രായം ചെന്ന ഒരു സ്ത്രീ കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളുടെ മുമ്പിൽ പാത്രത്തിൽ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നു, അടിയിൽ തീ കത്തിച്ചുകൊണ്ടിരിക്കുന്നു. പട്ടിണിയാണ്, വിശപ്പ് സഹിക്കാൻ കഴിയാതെ മക്കൾ കാത്തിരിക്കുന്നു. അവര് കുറച്ചു കഴിഞ്ഞാൽ ഉറങ്ങും, അത് കഴിഞ്ഞാൽ തീ കിടത്തി ഞാനും കിടക്കും. പാതിരാത്രി ഇറങ്ങിയ ഉമറാണ് എന്ന് തിരിച്ചറിയാതെ ഏതോ യാത്രികൻ എന്ന് മാത്രം കരുതിയിട്ട് ഈ പെണ്ണ് പറഞ്ഞ വേവലാതിയുടെ കഥയാണ്. പക്ഷെ ആ വേവലാതിയുടെ കഥ കേട്ട ഉമർ വീട്ടിൽ പോയിട്ട് ഗോതമ്പ് ചാക്കുമായി വന്ന് ഇവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അവരെ ഊട്ടിയതിനു ശേഷം ഒരു ചോദ്യം ഉമർ തിരിച്ചു ചോദിച്ചു, എന്തേ നിങ്ങൾ ഉമറിനോട് പറഞ്ഞില്ല? ഇത്രയൊക്കെ പട്ടിണി ഉണ്ടായല്ലോ, മക്കളിങ്ങനെ കരഞ്ഞില്ലേ, നിങ്ങൾക്ക് പോയി ഉമറിനോട് പറയാമായിരുന്നില്ല എന്ന് ചോദിച്ചു. ഉമറാണെന്ന് അറിയില്ലല്ലോ ഈ പെണ്ണിന്. അതിന് ഈ പെണ്ണ് പറഞ്ഞ മറുപടി ഏത് കാലഘട്ടത്തിലെയും രാഷ്ട്രീയ സാക്ഷരതയുള്ള മനുഷ്യന്റെ കാലം. ആ പെണ്ണ് പറഞ്ഞ മറുപടി, യഹ്മിലു അമറനാ വ യഹ്ഫിലു അമറനാ വല്ലാഹു യഹ്കുമു ബൈനനാ വ ബൈന ഉമർ. ഞങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തവനാണ് ഉമർ, എന്നിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ വീഴ്ച വരുത്തിയവനാണ്. ആ ഉമറിനോട് പോയിട്ട് ഞങ്ങൾ പറയണോ ഞങ്ങൾക്ക് പ്രയാസമുണ്ടെന്ന്? അത് മനസ്സിലാക്കാനാണല്ലോ ഭരണാധികാരിയായിട്ട് ഞങ്ങളുടെ രാഷ്ട്രീയം ഏറ്റെടുത്ത ഉമർ മുന്നോട്ട് വന്നത്. അതുകൊണ്ട് ഞങ്ങൾ കാത്തിരിക്കുന്നത് യഹ്മിലു അമറനാ വ യഗ്ഫിലു അമറനാ വല്ലാഹു യഹ്കുമു ബൈനനാ വ ബൈന ഉമർ. ഞങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ഞങ്ങളുടെ കാര്യത്തിൽ അശ്രദ്ധനായ ഉമറിന്റെയും ഞങ്ങളുടെയും ഇടയിൽ നാളെ അള്ളാഹു വിധി കൽപ്പിക്കുന്ന ഒരു ദിവസം ഉണ്ടാകും. ഇതല്ലേ യഥാർത്ഥത്തിലുള്ള രാഷ്ട്രീയ സാക്ഷരത എന്ന് പറയുന്നത്? ഭരണാധികാരികൾ ആരാണ് എന്നുള്ള തിരിച്ചറിവല്ലേ യഥാർത്ഥത്തിൽ ഇത് ഭരണീയർക്ക് ഉണ്ടാക്കേണ്ട തിരിച്ചറിവ്. ഇനി ഉമർ റളിയല്ലാഹുവിന്റെ തിരിച്ചറിവ് നമ്മൾ വേറെ പറയും. ഇങ്ങനെ യൂഫ്രട്ടീസിന്റെ തീരത്തെങ്ങാനും അറേബ്യയിൽ മദീന കേന്ദ്രമായ ഒരു ഖിലാഫത്ത് വ്യവസ്ഥ നിലനിൽക്കുമ്പോ അവിടെ നിന്ന് ആഴ്ചകളും മാസങ്ങളും എടുത്താൽ മാത്രം യാത്ര ചെയ്തെത്താൻ കഴിയുന്ന അത്രയും ദൂരമുണ്ട് യൂഫ്രട്ടീസ് ആ കാലഘട്ടത്തിൽ. പക്ഷെ ആ യൂഫ്രട്ടീസിനെ, അകലെ കിടക്കുന്ന യൂഫ്രട്ടീസിനെ മുന്നിൽ വെച്ചിട്ട് ഖലീഫ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, യൂഫ്രട്ടീസിന്റെ തീരത്തെങ്ങാനും ഒരു ആട്ടിൻകുട്ടി വിശന്ന് മരിച്ചാൽ, പട്ടിണി കിടന്ന് മരിച്ചാൽ അതിന് ഞാൻ നാളെ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. ഒരാട്ടിൻകുട്ടിയുടെ പട്ടിണിയെ ഓർത്ത് വേവലാതിപ്പെടുന്ന ഒരു ഭരണാധികാരി, മനുഷ്യരുടെ പട്ടിണിയെ കുറിച്ച് ഓർത്തിട്ട് വേവലാതിപ്പെടുന്ന ഭരണാധികാരികൾ, വസ്ത്രമില്ലാത്തവനെ വസ്ത്രം ധരിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ, വീടില്ലാത്തവനെ കയറി കിടക്കാൻ കൂര ഒരുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ, ഭക്ഷണമില്ലാത്തവന് ഭക്ഷണം എത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ, മരുന്നില്ലാത്തവന് മരുന്നെത്തിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഭരണാധികാരികൾ, അഥവാ സാധാരണക്കാരായ മുഴുവൻ മനുഷ്യരെയും ചേർത്ത് പിടിക്കുന്നിടത്താണ് യഥാർത്ഥത്തിൽ രാഷ്ട്രീയത്തിന്റെയും ഭരണാധികാരികളുടെയും പ്രസക്തി എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊരു രാഷ്ട്രീയത്തിന്റെ ചൂടിലേക്ക് ഇങ്ങനെ കടന്നു വരികയാണ്. ഇത് ഏറ്റവും അവസാനം പറയേണ്ട വർത്തമാനമല്ല, ആദ്യത്തിൽ പറയേണ്ട വർത്തമാനമാണ്. എന്ത്? നമ്മളൊരു സൂക്ഷ്മത പാലിക്കണം. വാർത്തകൾ ഇങ്ങനെ പ്രസരിപ്പിക്കുമ്പോൾ ഇപ്പൊ ഒരുപാട് സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ വാർത്തകൾ ഇങ്ങനെ പ്രസരിപ്പിക്കുമ്പോൾ നമുക്ക് ആരോടെങ്കിലും ഒക്കെ ശത്രുതകൾ വീട്ടാൻ, ഏതെങ്കിലും സംഘങ്ങളോടുള്ള വിരോധം തീർക്കാൻ, അവരെ കുറിച്ചൊക്കെ പറയുന്ന അനാവശ്യങ്ങൾ അതൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ചും തോണ്ടിവിട്ടും നമ്മളെന്തോ സൽക്കർമ്മം ചെയ്തതുപോലെ ആസ്വദിച്ച് കഴിഞ്ഞുകൂടുന്ന ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് പോകരുത്. വിശുദ്ധ ഖുർആൻ പറയുന്നത് പോലെ, യാ അയ്യുഹല്ലദീന ആമനൂ ഇൻ ജാഅക്കും ഫാസിഖും ബിനബഇൻ ഫതബയ്യനൂ, നിങ്ങളുടെ അടുത്തേക്ക് ഏതെങ്കിലും ഒരു ഫാസിഖിന്റെ അടുത്തുനിന്ന് ഏതെങ്കിലും ഒരു വാർത്ത വന്നാൽ ആ വാർത്ത ഫതബയ്യനൂ, നിങ്ങൾ അതിന്റെ നിജസ്ഥിതി അന്വേഷിക്കണം. നിങ്ങൾ അതിന്റെ നിജസ്ഥിതി അറിയാതെ യാഥാർത്ഥ്യമില്ലാത്ത ഒരു വാർത്ത അങ്ങോട്ട് പ്രചരിപ്പിച്ച് തോണ്ടി വിട്ടതോടുകൂടി എവിടെയോ ഒക്കെ എത്തിപ്പെട്ടു. അവസാനം ആ ആളുകൾ അൻ തുസീബു ഖൗമൻ ബിജഹാലത്തിൻ ഫതുസ്ബിഹു അലാ മാ ഫഅൽതും നാദിമീൻ, അങ്ങനെ നിങ്ങളുടെ അവിവേകം കാരണം ആരൊക്കെയോ മാനസികമായി പ്രയാസപ്പെടാൻ, ആരുടെയൊക്കെയോ അവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ, അവസാനം അങ്ങനെ ചെയ്തു പോയല്ലോ എന്നോർത്ത് നമ്മൾ തന്നെയും സ്വയം ദുഃഖിക്കാൻ ഇടയാകരുത് എന്നാണ് അത് വിശുദ്ധ ഖുർആൻ പറയുന്നത്. അപ്പൊ നമ്മൾ കടന്നു പോകുന്ന ഈ ചുറ്റുപാടിൽ നമ്മുടെ വ്യക്തിത്വത്തെ ഇസ്ലാം എന്ന പ്ലാറ്റ്ഫോമിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന അടിത്തറയിൽ നിന്നുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടായിരിക്കണം കാര്യങ്ങളിൽ ഇടപെടുന്നത്. അത് വീഴ്ച പറ്റിപ്പോയി,
പാളിച്ച പറ്റിപ്പോയി, ഞാൻ അങ്ങനെ ചെയ്തു പോയി എന്ന് പിന്നീട് ഖേദിക്കേണ്ട ഒരു അവസ്ഥാവിശേഷത്തിലേക്ക് നമ്മൾ പോകരുത്. അതോടൊപ്പം സൂചിപ്പിക്കാറുള്ളത് SIR എന്ന് പറയുന്ന സ്പെഷ്യൽ ഇന്റൻസീവ് റിവിഷൻ നമ്മുടെ ഒക്കെ വീടുകളിലേക്ക് വരുന്നുണ്ട്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ചിലയിടങ്ങളിൽ തെരഞ്ഞെടുപ്പുകൾ നടന്നു. ബീഹാർ പോലെയുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ അവരുടെ വോട്ടർ പട്ടികയിൽ നിന്ന് പൗരത്വം തന്നെ നിഷേധിക്കപ്പെടുന്ന അവസ്ഥാവിശേഷത്തിലേക്ക് മാറ്റപ്പെട്ടു. ഇതൊരു വലിയ അജണ്ടയുടെ ഭാഗമാണ്. ഇത് ആസൂത്രിതമായ ചില നീക്കങ്ങളുടെ ഭാഗമാണ്. ഈ ആസൂത്രിതമായ നീക്കങ്ങളിൽ തികച്ചും ആസൂത്രിതമായി തന്നെ ഈ പറയുന്ന SIR-ന്റെ ആളുകൾ BLO-മാർ വീടുകളിലേക്ക് വരുമ്പോ കൃത്യമായ രേഖകളുമായി നമ്മുടെ പൗരത്വം ഉറപ്പിക്കാൻ, നമ്മുടെ കുടുംബാദികളുടെ ഉറപ്പിക്കാൻ, പേര് ചേർക്കാത്തവരുടെ പേര് ചേർക്കാൻ എല്ലാ സഹോദരങ്ങളും ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. എല്ലാവർക്കും അതറിയാം. പക്ഷെ മിമ്പറിൽ നിന്നുകൊണ്ട് പ്രത്യേകമായിട്ട് വസിയത്ത് ചെയ്യുന്നു. ഇത് അനധിവിദൂരമായ ഭാവിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആസൂത്രിതമായ ചില നീക്കങ്ങളുടെ ഭാഗമാണ്. അതിൽ മുസ്ലിം സമുദായത്തെ സവിശേഷമായി ലക്ഷ്യം വെക്കുന്നു. നമ്മൾ ആലോചിച്ച് നോക്കൂ, നേരത്തെ പറഞ്ഞ സൊഹറാൻ മംദാനി എന്ന് പറയുന്ന അയാൾ സോഷ്യലിസ്റ്റ് എന്ന് പ്രഖ്യാപിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ LGBTQ എന്ന് പറയുന്നതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള, അതിനെ സപ്പോർട്ട് ചെയ്യുന്ന കാഴ്ചപ്പാടുള്ള മനുഷ്യനാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ മതം ഇസ്ലാമാണ് എന്നതുകൊണ്ട് അദ്ദേഹത്തിനെതിരിൽ 33,000 പോസ്റ്റുകൾ ഇസ്ലാമോഫോബിയ പരത്തും വിധത്തിൽ ഉയർന്നു വന്നു. എങ്കിൽ എവിടെ? ന്യൂയോർക്കിൽ. ആ ന്യൂയോർക്കിലെ മുതലാളിത്തത്തിന്റെ ഈറ്റില്ലത്തിൽ നിന്ന് മുതലാളിത്തത്തെ വെല്ലുവിളിക്കുന്ന ഒരു രാഷ്ട്രീയ തിരിച്ചറിവിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്. എങ്കിൽ പ്രിയമുള്ളവരെ, നമ്മളത് പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. ആഗോള തലത്തിൽ പഠിക്കേണ്ടതുണ്ട്. സവിശേഷമായി നമ്മൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിൽ, നമ്മൾ തല ഉയർത്തിപ്പിടിച്ച ആകാശത്തിന്റെ ചുവട്ടിൽ നമ്മൾ ഉയർത്തുന്ന ആദർശത്തിന്റെ പിൻബലത്തോടു കൂടി നിന്നുകൊണ്ട് തന്നെ നമ്മൾ നോക്കി കാണേണ്ടതുണ്ട്, പഠിക്കേണ്ടതുണ്ട്, തിരിച്ചറിവുകൾ നേടിയെടുക്കേണ്ടതുണ്ട്. ചരിത്രങ്ങളിൽ നിന്നും കഴിഞ്ഞുപോയ ഇടങ്ങളിൽ നിന്നും പാഠം പഠിക്കാത്ത ഒരു സമൂഹത്തിന് വിജയിക്കാൻ കഴിയില്ല എന്നതുകൂടി ചേർത്ത് വെക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച റബ്ബ് പരീക്ഷണങ്ങളെ അതിജയിക്കാനുള്ള, പരീക്ഷണങ്ങളിൽ സഹനം അവലംബിക്കാനുള്ള, വിജയം നേടിയെടുക്കാനുള്ള തൗഫീഖ് നൽകി നമ്മെ എല്ലാവരെയും തുണക്കുമാറാകട്ടെ.